ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ടാ. അതൊന്നുമല്ല, ഞാൻ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നെ ഉംറയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം നല്ല പനിയും ചുമയൊക്കെ പിടിച്ച് അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ലൊരു ബിരിയാണി ആയിട്ടാണ്. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ വീഡിയോ പോയിട്ടൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും അതേപോലെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു 4 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു 1.5 ഉള്ളി ഞാൻ എടുത്ത് നല്ലതുപോലെ ഇത് വാട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3/4 കിലോളം ചിക്കനാണ്. ചിക്കൻ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം അത് ഞാനൊന്ന് ആ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഉള്ളിയും ചിക്കനും നല്ലതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ചിക്കൻ്റെ ആ ചുവപ്പ് കളറൊക്കെ പോയി വൈറ്റ് കളറായിട്ട് വരണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും അതിലേറെ ടേസ്റ്റുമായിട്ടുള്ള ഒരു ദം ബിരിയാണി തന്നെയാണ് ഇത്. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് നമ്മുടെ ചിക്കനൊക്കെ കളറൊക്കെ മാറി വരുമ്പം ഞാൻ അതിലേക്കൊരു 10-12ഓളം നമ്മൾ പച്ചമുളകും ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുത്തതാണ്. അതും ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലതും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം വരെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അതിന് ശേഷം ഞാൻ തുറന്നതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/4 കപ്പിൽ കുറവുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയിൽ തൈരായത് കൊണ്ടാണ്. പുളി ഇല്ലെങ്കിൽ 1/4 കപ്പ് തൈര് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഇതിൽ മഞ്ഞൾപ്പൊടിയോ ഒരു വേറെ മസാലകളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിൽ ഞാൻ ഫുൾ പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വേവിക്കാം. അതിനുശേഷം ഞാനൊരു 3 മീഡിയം സൈസ് തക്കാളി, പഴുത്ത തക്കാളിയാണ്, ചെറുതായി പൊടിയായി എരിഞ്ഞതാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മളെ ചിക്കനൊക്കെ ഓൾറെഡി വെന്തുകൊണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേകുന്ന ചിക്കൻ തന്നെയാണ് ഇത്. ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച ശേഷം ഒരു 2-3 മിനിറ്റും കൂടി നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ വേവിച്ചിട്ടെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാനൊരു കുറച്ച് അധികം തന്നെ മല്ലിയില അതിലേക്ക് ഞാൻ നമ്മൾ ഈ 4 സവാള എടുത്തതിൽ ഞാൻ പകുതി സവാള ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1/3 ഭാഗം നമുക്ക് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം. നമ്മളെ സവാളയൊക്കെ നല്ലതുപോലെ തന്നെ എല്ലാം നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഈ ഉള്ളിയും കൂടി ചേരുമ്പോഴാണ് ഈ മസാലക്ക് ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ട് തന്നെ ഇടാം. ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല. ഞാൻ കുറച്ച് നമ്മൾ സാധാരണ വാട്ടിയെടുത്തതിന് ശേഷമാണ് ഞാൻ പകുതി മാത്രമേ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് സമയം ഒരു 2-3 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. നമ്മൾ ഉള്ളിന് ഫ്രൈ ചെയ്യും. ചിക്കൻ്റെ ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ചിക്കനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി നല്ലതുപോലെ പിടിക്കാൻ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടി നിറയെ തന്നെ നമ്മളെ മല്ലിയിലയും അതിൻ്റെ കുറവായിട്ടുള്ള പുതിന ഇലയാണ്. ഇതൊന്ന് നല്ലതുപോലെ അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സായ ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും പുതിനയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്കൊരു പിഞ്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങൻ്റെ ഹാഫ് ഭാഗമാണ്. അത് നല്ലതുപോലെ പിഴിഞ്ഞ് കൊടുക്കാം. നല്ലതുപോലെ ചെറുനാരങ്ങൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മസാലയൊക്കെ റെഡിയാക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ ഈ ബിരിയാണി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണ് ഇത്. ഞാനെല്ലാം തന്നെ ഇതാക്കിയതിന് ശേഷം നമ്മളെ മസാലയൊക്കെ ചേർത്ത് എല്ലാം നാരങ്ങ നീരൊക്കെ ചേർത്ത് എല്ലാം ഇളക്കി ഞാനൊന്നിത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ചോറുണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും അതേപോലെ തന്നെ 2.5 ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ ഉള്ളിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് നമ്മൾ ചോറ് കുറവല്ലേ ഉള്ളത്. ഞാനിത് 3 കപ്പ് റൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് ചോറ് ഉണ്ടാക്കുന്നത് നമ്മളെ റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസ് കൊണ്ടാണ് ഞാൻ ഈ ചോറ് ഉണ്ടാക്കുന്നത്. അത് ഉള്ളി അങ്ങ് പിന്നെ നമ്മൾ ഫ്രൈ ആയിട്ട് വരുമ്പം അതിലേക്ക് നമ്മൾക്ക് കറാമ്പ്, കറുപ്പ, അതേപോലെ തന്നെ ഏലക്കായ് അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റുള്ള മസാല നല്ലതുപോലെ തന്നെ എണ്ണയിലായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ 3 കപ്പ് അരി. ആ അരി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കണം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒരു 3-4 മിനിറ്റ് തന്നെ നല്ലതുപോലെ വറുത്തെടുക്കണം. അരി ഇങ്ങനെ ഒരു പൊട്ടുന്ന രൂപത്തിലായിട്ട് വരും തൊടുമ്പം തന്നെ. ആ സമയത്ത് നമുക്ക് തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. പച്ചവെള്ളം ഇട്ട് ഒഴിക്കാൻ പാടില്ല, അന്നേരം ചോറ് കല്ലിച്ച് പോവും, പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 കപ്പ് അരിക്ക് ഞാൻ 4.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വറുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾക്ക് ഒരു ചെറുനാരങ്ങൻ്റെ ഹാഫ് ഭാഗമുണ്ട്, അതും ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നല്ലതുപോലെ തിളച്ചിട്ടൊക്കെ വരട്ടെ. നാരങ്ങ നീരും ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നത്. അടച്ച് വെച്ച് നമ്മളെ ചോറൊന്ന് നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി വരണം. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ ഓൾറെഡി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ തന്നെ മറിച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും ചുരുങ്ങിയ സിമ്മിലിട്ടിട്ട് വേണം ഇത് നമുക്ക് ചോറ് റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടി. ഇത് നല്ലതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുക. നമ്മളെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഏറ്റവും ചുരുങ്ങിയ സിമ്മിലിട്ടിട്ട് ഒരു 10-12 മിനിറ്റോളം അതേപോലെ വെക്കാം. കാരണം ഇനി നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി നമ്മളെ ചോറ് ഞാനൊരു 10-13 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത്. ചോറൊക്കെ നല്ലത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടി നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച മസാലപ്പാത്രം എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് തന്നെ പകുതി ചോറ് ആദ്യം ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഉള്ളിയും അതേപോലെ തന്നെ കാഷ്നട്ട്, മുന്തിരി, അതേപോലെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില, പുതിന, ഒരു പിഞ്ച് നമ്മളെ ഗരം മസാലപ്പൊടി, ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും ദമ്മിടുന്നത് പോലെ തന്നെ അതെല്ലാം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ചോറും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ ഞങ്ങളെ കണ്ണൂർ ദമ്മ് ബിരിയാണി എന്ന് പറയുന്നത് 2 എയറായിട്ടാണ് നമ്മൾ ദമ്മിടുക. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ചിക്കൻ ഒട്ടും പൊരിക്കാത്ത നല്ല അടിപൊളിയായിട്ട് പച്ച മസാലയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബിരിയാണിയാണ്. കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റുമാണ്. എല്ലാം തന്നെ മസാല നമ്മൾ ബാക്കിയുള്ള ചോറൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ 1 ടീസ്പൂണോളം ഞാൻ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 10-20 മിനിറ്റ് ഞാൻ ദമ്മാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ ബിരിയാണിക്ക് ഫുള്ളായിട്ട് മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് ചോറ് ഞാൻ വേറെ മാറ്റിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് മസാലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം. അസ്സലാമു അലൈക്കും.